ഇന്ന് ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി കേട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വിവാഹ വാർഷികയാണ്. നീണ്ട 23 വർഷങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. രാവിലെ അമ്പലത്തിൽ പോയത് ഇതാണ് കേട്ടോ. വീണ്ടും തൊട്ടടുത്താണ് അമ്പലം, ഒരു 5 മിനിറ്റ് ദൂരം അത്രയേ ഉള്ളൂ നടന്നു പോകാനായിട്ട്. ദേവീക്ഷേത്രമാണേ, കൊടുങ്ങൂർ ദേവീക്ഷേത്രം. ഞാൻ ആ ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശം കാണിക്കാവേ. വലിയ ഒരു ചിറയൊക്കെ ഉള്ളൊരു ദേവീക്ഷേത്രമാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ഇറങ്ങി ഇതാണ് ഫ്രണ്ട് വശം. ഇതിൻ്റെ കണ്ടോ, മേജർ കൊടുങ്ങൂർ ദേവീക്ഷേത്രം ഇതാണ് കേട്ടോ ഫ്രണ്ട് വശം. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ചിറ. ഇപ്പോൾ 2 സൈഡും കാട് പിടിച്ചൊക്കെ കിടക്കുവാണ്. അതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ കുറച്ച് കെട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഒരു വലിയൊരു ചിറയാണ് കേട്ടോ. കണ്ടോ നക്ഷത്രവള്ളി? നിങ്ങളുടെ അവിടെ ഇതാണ് നക്ഷത്ര പൂവെന്നാണോ പറയുന്നത്? അതിൻ്റെ ഇല കണ്ടോ അല്ലേ? ദൈവത്തിൻ്റെ ഓരോരോ കാര്യങ്ങളെ. അയ്യോ, ഇതേലൊരു മുട്ടുണ്ടായിരുന്നു, കളയുണ്ടായിരുന്നു. പാവം. തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. നമ്മുടെ മെലസ്റ്റോമയൊക്കെ അങ്ങോട്ട് പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. വീട്ടിലാണെങ്കിൽ കുറച്ച് ബന്ദിപ്പൂവൊക്കെ ഉണ്ടേ, കണ്ടോ നല്ലപോലെ വിരിഞ്ഞ് പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. അമ്മയാണെങ്കിൽ ഭയങ്കര പണിയാണ് കേട്ടോ. കയറി വന്നപ്പം രാവിലെ തന്നെ ഒരു ഇല്ലി ചെടി കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് കണ്ടമാനം അങ്ങായി. അമ്മ അതിൻ്റെ കമ്പെല്ലാം ഒരു ചെറിയൊരു തോട്ടി കൊണ്ട് കെട്ടി വലിച്ച് അതൊന്ന് കുറച്ച് വെട്ടിക്കളയാൻ നോക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങോട്ട് വെട്ടിക്കളയട്ടെ കുറച്ച്, എന്തോരം ഒതുക്കമാകുമല്ലോ. നമുക്ക് പിന്നെ പൊന്നൊരുക്കുന്നതിനടുത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്നുള്ള മട്ടില്ലേ നമ്മൾ വീണ്ടും പൂവിൻ്റെ അടുത്ത് പോയി. ബന്ദിപ്പൂവ്, നിങ്ങളവിടെ ഇങ്ങനെ പറയുന്നത് ബന്ദിപ്പൂവെന്ന്. എന്ത് ഭംഗിയല്ലേ. നമ്മുടെ മനസ്സിന് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ഈ പൂക്കളെയൊക്കെ ഒന്ന് നോക്കിയുണ്ടല്ലോ, ഇന്നലെ നമ്മുടെ മനസ്സിൻ്റെ വിഷമം എന്തോരം മാറുമെന്നറിയാമോ. പക്ഷേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല കേട്ടോ. നല്ലൊരു ദിവസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.